السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 എല്ലാം കൊണ്ടും വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണെന്ന് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൻ്റെ ആ ബഹുമാനം ആദരവ് പോലെ തന്നെ ഈ 10 ദിവസങ്ങൾ പ്രത്യേകം നാം ഗൗനിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ തക്ബീറും തഹ്മീദും തഹ്ലീലും ഒക്കെ ധാരാളം വർദ്ധിപ്പിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂർവികരാകുന്ന മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കളൊക്കെ ഈ 10 ദിവസങ്ങൾ പ്രത്യേകമായി കാണുകയും മറ്റുള്ള ദിവസങ്ങളെക്കാളെല്ലാം കൂടുതലായി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളും ഭാവികളായ സാധുക്കളായ നമുക്കും കൂടുതലായ അമലുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ചിന്തയുള്ളവരുടെ, ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഭൗതികമായ ലോകത്തെ ജീവിതം നമുക്ക് വളരെ കുറഞ്ഞ കാലം മാത്രമാണ്. പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാം അധ്വാനിക്കേണ്ടത്, ഇവിടെ നാം ജോലി ചെയ്യേണ്ടത്, ഇവിടെ നാം അമലുകൾ ചെയ്യേണ്ടത്. ആ അമലുകൾ പ്രത്യേകം ഇന്ന അമലുകൾ നിങ്ങൾ ഇന്ന ദിവസങ്ങൾ ചെയ്യണമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയോ വലുതായത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിപ്പിക്കപ്പെട്ട അമലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലാഹുവിനെ അമലുകൾ ചെയ്യാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീലി തക്ബീരി വത്തഹ്മീദ്. ഈ 10 ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു തഹ്ലീൽ വർദ്ധിപ്പിക്കണേ. അതുപോലെ തന്നെ വത്തക്ബീർ, അല്ലാഹു അക്ബർ തക്ബീർ ധാരാളം ചൊല്ലണേ. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് ധാരാളം ചൊല്ലണേ എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ, സുബ്ഹാനല്ലാഹ് തുടങ്ങിയ തസ്ബീഹുകൾ ഇത് ധാരാളം വർദ്ധിപ്പിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തുനബി തങ്ങൾ ഈ മഹത്തായ 10 ദിവസങ്ങൾ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന 10 ദിവസങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചെയ്തു വെച്ചാൽ തീർച്ചയായും നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹുവിനടുക്ക് വലിയ സ്വീകാര്യതയും വലിയ പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ എത്രയോ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളാകുന്ന അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങളൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഇത്തരം ദിവസങ്ങളിൽ പ്രത്യേകമായി ചൊല്ലിയിരുന്ന, പ്രത്യേകമായി ചെയ്തിരുന്ന അമലുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പലപ്പോഴും പല ആലിമീങ്ങൾ നമ്മോട് പറയാറുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതും കൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുക. കാരണം ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന ഏത് അമലാണെങ്കിലും, ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അതിന് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടവും അല്ലാഹുവിന് വലിയ സ്വീകാര്യതയും ഉണ്ടെന്ന് ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിച്ചും ഖുർആനോദിയും ഇഅ്തികാഫിരുന്നും ഇങ്ങനെ റമളാൻ ഷരീഫിലെ ദിവസങ്ങൾ നാം പ്രത്യേകമായി ഗൗനിക്കുന്നത് പോലെ ഈ 10 ദിവസങ്ങളും പ്രത്യേകം ശ്രദ്ധയോടുകൂടെ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും നമുക്ക് 2 ലോകത്തും വിജയിക്കാൻ സാധിക്കും. അർഹമുർ റഹീമായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.